നമസ്കാരം. കളമശ്ശേരിയിലെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ SFI നേതാവിന് പിന്തുണയുമായി സംഘടന രംഗത്ത്. ആരോപണം KSUവിലേക്ക് തിരിച്ചാണ് SFI സ്വന്തം നേതാവിന് സംരക്ഷണം ഒരുക്കിയത്. കഞ്ചാവ് പിടികൂടിയ ആകാശിനൊപ്പം KSU പ്രവർത്തകനായ ആദിൽ ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ട് ഇറങ്ങിയോടിയ ആദിൽ ഒളിവിലാണ്. കേസിൽ അറസ്റ്റിലായ SFI നേതാവും യൂണിയൻ സെക്രട്ടറിയുമായ അഭിരാജിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്നും യൂണിയൻ അംഗങ്ങൾക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും SFI കളമശ്ശേരി ഏരിയ സെക്രട്ടറി ദേവരാജ് പറഞ്ഞു. ഹോസ്റ്റൽ മുറിയിൽ റെയ്ഡ് നടക്കുമ്പോൾ താൻ കോളേജിന് പുറത്തായിരുന്നുവെന്ന് അഭിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ മുറിയിൽ പരിശോധന നടത്തിയത് അറിയില്ലായിരുന്നു. ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ പോലീസ് കഞ്ചാവുമായി നിൽക്കുകയായിരുന്നുവെന്നും തന്റെ മുറിയിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞുവെന്നും അഭിരാജ് പറഞ്ഞു. യൂണിയൻ സെക്രട്ടറിയാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അഭിരാജ് പറഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവും മദ്യവും ഗർഭനിരോധന ഉറയും പിടികൂടിയത്. SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ്, ആകാശം, ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവും മദ്യവും പിടിച്ചെടുത്തത്. ഹോസ്റ്റലിൽ പരസ്യമായി തന്നെ കഞ്ചാവ് വിൽപ്പന നടക്കുന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. വിദ്യാർത്ഥികൾ തന്നെ നൽകിയ രഹസ്യവിവരത്തിന് പിന്നാലെയാണ് പരിശോധന നടന്നതെന്നാണ് വിവരം. കോളേജിൽ ഇന്ന് നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പിരിവ് നടന്നിരുന്നു. 250 രൂപ മുതൽ 500 രൂപ വരെയായിരുന്നു പിരിവ് നടന്നത്. കഞ്ചാവ് ലഭിക്കുമെന്നും പറഞ്ഞിരുന്നുവെന്നാണ് അറിയുന്നത്. ഇതിൽ കഞ്ചാവ് വേണ്ടവർ 500 രൂപ വരെ നൽകണമായിരുന്നു. ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് സംരക്ഷണം ശക്തമാക്കി. പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ് വൻ സന്നാഹമായി എത്തി ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തി. 3 പേരായിരുന്നു അറസ്റ്റിലായത്. അഭിരാജ് 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പിടിയിലായ ആദിത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ആകാശിന്റെ പക്കൽ നിന്ന് 1 കിലോ 909 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. ആദിത്യന്റെയും അഭിരാജിന്റെയും പക്കൽ നിന്ന് 9.9 ഗ്രാം വീതവും കണ്ടെടുത്തു. പിടികൂടിയ കഞ്ചാവിന്റെ അളവ് 1 കിലോയിൽ കുറവായതിനാലാണ് ആദിത്യനും അഭിരാജിനും ജാമ്യം ലഭിച്ചത്. അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ അജു തോമസും രംഗത്ത് വന്നു. കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടി ആയിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകുമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 51 ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത്. ചുറ്റുമതിലും സെക്യൂരിറ്റിയുമുണ്ട്. എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നോ എന്ന് പറയാൻ പറ്റില്ല. സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആകെ 60 പേരാണ് ഹോസ്റ്റലിലുള്ളത്. അവരെല്ലാവരും കഞ്ചാവ് ഉപയോഗിക്കണമെന്നില്ല. സംഭവത്തിൽ അക്കാദമിക് കൗൺസിൽ യോഗം ചേർന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും. പിടിയിലായവർ 3ാം വർഷ വിദ്യാർത്ഥികളാണ്. അവരുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും നടപടിയെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. കേസിൽ 2 FIR ആണ് ഇട്ടിരിക്കുന്നത്. SFI നേതാവ് അടക്കമുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത 9 ഗ്രാമിൻ്റേത് ഒരു FIR-ഉം ആകാശിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു FIR-ഉമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒറ്റ FIR ആയിട്ടാണ് ഇട്ടിരുന്നതെങ്കിൽ 3 പേർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു. SFI നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നാണ് ഉയരുന്ന ആരോപണം. കോളേജിൽ കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് വ്യാപകമായി പണപ്പിരിവ് നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പണം ഉപയോഗിച്ചാണ് കഞ്ചാവ് വാങ്ങിയതെന്നാണ് വിവരം. എല്ലാവരും അവസാന വർഷ വിദ്യാർത്ഥികളാണ്.